തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. കവിയൂർ എന്ന ഗ്രാമത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയ കവിയൂർ പൊന്നമ്മ എന്ന അമ്മയ്ക്ക് കേരളം വിടചൊല്ലി. മലയാള സിനിമയുടെ അമ്മപ്പൊട്ട് മാഞ്ഞു. സത്യൻ മാഷ് പറഞ്ഞു, പൊന്നി, നമുക്ക് ഈ സീൻ നാളെ എടുത്താലോ? അതെന്താണ് സാർ? അല്ല, ഇന്ന് നമുക്ക് വേണ്ട, പൊന്നി പൊയ്ക്കോ. സത്യൻ മാഷ് നിർബന്ധിച്ച് കവിയൂർ പൊന്നമ്മയെ പറഞ്ഞയച്ചു. ഡ്രസ് മാറാൻ റൂമിലെത്തിയപ്പോഴാണ് അവരത് കണ്ടത്. കവിയൂർ പൊന്നമ്മയുടെ മാറിൻ്റെ ഭാഗത്ത് മുലപ്പാൽ വീണ് പട്ടുസാരിയാകെ നനഞ്ഞിരിക്കുന്നു. രാവിലെ മകൾക്ക് പാല് കൊടുത്തിട്ട് ജോലിക്ക് വന്നതായിരുന്നു. ആ മകളാണ് പറഞ്ഞത്, അമ്മ ഞങ്ങളെ നോക്കിയിട്ടില്ല എന്ന്. ഒരമ്മയുടെ സ്നേഹവും ലാളനയും അവർ കൊതിച്ചു കാണും. പക്ഷെ പൊന്നമ്മയുടെ ഭാഗത്തും ശരികളുണ്ടായിരുന്നു. എല്ലാവർക്കും മാമ മുന്നണയിൽ ഞാൻ ജോലി ചെയ്യണമെന്നായിരുന്നു അന്നവർ പറഞ്ഞത്. ആ അമ്മയെയാണ് നമുക്ക് നഷ്ടമായത്. എഴുത്തുകാരനായ പത്മിനി ധനേഷ് കെ പങ്കുവച്ച കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു: കുടുംബവിശേഷത്തിലെ ഭാരതിയായി അഭിനയിച്ച കവിയൂർ പൊന്നമ്മയാണ് എൻ്റെ ഫേവറേറ്റ് കഥാപാത്രം. അത് കണ്ട് കരഞ്ഞത്ര അവർ അവരുടെ ഒരു സിനിമയിലും എന്നെ വിഷമിപ്പിച്ചിട്ടില്ല എന്ന്. കിരീടത്തിലെ മോനെ എന്ന വിളിക്കപ്പുറം ഒരു സിനിമയിലും അത്രയും ആത്മാർത്ഥമായ ഒരു വിളി കേട്ടിട്ടില്ല. സന്താനഗോപാലത്തിലെ ഭർത്താവിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന പോലൊരു ഭാര്യയെ ഇന്നുവരെ കണ്ടിട്ടുമില്ല. മലയാള സിനിമയെ മാതൃത്വം കൊണ്ട് മാത്രം പൊതിഞ്ഞു സൂക്ഷിച്ച നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. അവരുടെ 50-ാം സിനിമാ വാർഷികത്തിൽ അവർക്ക് ജനിക്കാതെ പോയ മകനാണ് താനെന്ന് മോഹൻലാൽ പറഞ്ഞത് പൊന്നമ്മയെ സന്തോഷത്തിലും വല്ലാതെ ഉള്ളുലയിച്ചു. വർഷങ്ങൾക്ക് മുൻപ് സുരാജിൻ്റെ ഒരു കോമഡി ഷോയിൽ ഒരാഗ്രഹമുണ്ടെന്നും നിവിൻ പോളിയുടെ അമ്മയായി അഭിനയിക്കാനാണ് അത് എന്നും കവിയൂർ പൊന്നമ്മ പറഞ്ഞിരുന്നു. നിവിൻ പോളിയോട് താൻ അത് സൂചിപ്പിക്കുമെന്ന് സുരാജും ഉറപ്പുകൊടുത്തു. മലയാള സിനിമയിൽ അമ്മ വേണ്ടാത്ത ഈ കാലത്ത് പൊന്നമ്മയും കൊണ്ട് ഈശ്വരൻ പോയതും നല്ലതായി കരുതാം. ഉദിക്കില്ലൊരിക്കലും ഇതുപോലൊരു കുങ്കുമപ്പൊട്ട്. പ്രിയ കവിയൂർ പൊന്നമ്മ എന്ന മലയാളികളുടെ അമ്മയ്ക്ക് തിരുവല്ല മീഡിയയുടെയും പ്രണാമം. എഡിറ്റോറിയൽ ഡെസ്ക്, തിരുവല്ല മീഡിയ.